അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത് അസ്മാഉൽ ഹുസ്നയെ കുറിച്ചാണ്. ഓരോ ഇസ്മുകളുടെയും അത്ഭുതങ്ങൾ നിറഞ്ഞ പ്രത്യേകതകളെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് അറിയാമെങ്കിലും അത് എന്തിനൊക്കെയാണ്, അതിന്റെ ഓരോ ഇസ്മുകൾക്കും വളരെയേറെ പ്രാധാന്യമുള്ള ഇസ്മുകളാണ്. വീഡിയോ മൊത്തത്തിൽ കാണുക, കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. അസ്മാഉൽ ഹുസ്നയിലെ ആദ്യത്തെ നാമമായ യാ അല്ലാഹു ജല്ല ജലാലഹു, അതിന്റെ പ്രത്യേകതകൾ സമാധാനം ലഭിക്കാനും വിശ്വാസ തെളിച്ചത്തിനും ഈ നാമം പലയാവർത്തി ചൊല്ലുക. ദൃഢജ്ഞാനം ലഭിക്കാൻ ദിവസവും 1000 തവണ ചൊല്ലുക. ഓരോ നിസ്കാരത്തിന് ശേഷവും 100 പ്രാവശ്യം ചൊല്ലുന്നത് കാരണം നമുക്ക് ആന്തരിക ജ്ഞാനം ലഭിക്കും. അതുപോലെ തന്നെ അള്ളാഹു എന്ന ഈ വിശുദ്ധ നാമം വിശുദ്ധ ഖുർആനിൽ 2360 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അർ റഹ്മാൻ, പരമകാരുണ്യവാൻ. ഈ നാമം ചൊല്ലേണ്ടത് എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും. ഈ നാമം 100 പ്രാവശ്യം ചൊല്ലുന്നവർക്ക് ഓർമ്മശക്തിയും നല്ല ബോധവും കനത്ത മനസ്സിന് വിശാലതയും ലഭിക്കുന്നവനായി തീരും. പതിവായി ഈ നാമം ആവർത്തിക്കുന്നവൻ അള്ളാഹുവിന്റെ വളരെ യാ റഹീമു ജല്ല ജലാലഹു, കരുണാനിധി. ഈ നാമം പതിവായി ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ ദയാലുക്കളും ജനങ്ങളുടെ സ്നേഹപാത്രങ്ങളുമായി മാറും. സജ്ജനങ്ങളുടെ നായകനും പ്രിയങ്കരനുമായി തീരും. എത്ര കൂടുതൽ പ്രാവശ്യം ചൊല്ലുന്നുവോ അത്രയും ഗുണമേന്മ വർദ്ധിക്കുന്നു. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം 100 പ്രാവശ്യം ചൊല്ലിയാൽ എല്ലാവരും അവന്റെ സ്നേഹപാത്രങ്ങളായി തീരും. യാ മലിക്കു ജല്ല ജലാലഹു, മഹാരാജാവ് എന്ന അർത്ഥം വരുന്ന ഈ നാമം ചൊല്ലുന്നവർക്ക് പുരോഗതി കൈവരും. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ മാറും. അതുപോലെ തന്നെ വിനയാന്വിതനും ആദരണീയനുമാവും. ഇൻഷാ അല്ലാഹ് ഈ നാമം നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക. യാ ഖുദ്ദൂസ് ജല്ല ജലാലഹു, ദിവസേന 100 പ്രാവശ്യം ഈ നാമം ചൊല്ലുന്നവർക്ക് മനസ്സിന് ഉണർവും ശാരീരിക സൗഖ്യവും ലഭിക്കുന്നതാണ്. യാ സലാമു ജല്ല ജലാലഹു, ഈ നാമം 160 പ്രാവശ്യം രോഗിയായ ഒരാളോട് പറഞ്ഞാൽ അവന്റെ ആരോഗ്യം തിരികെ ലഭിക്കുന്നതാണ്. സുബഹി നിസ്കാരത്തിന് ശേഷം ഇത് ചൊല്ലൽ വളരെയധികം പുണ്യം നിറഞ്ഞതാണ്. യാ മുഅ്മിനു ജല്ല ജലാലഹു, അഭയം നൽകുന്നവൻ. ഈ വിശേഷണം ആവർത്തിച്ച് ചൊല്ലുന്നവർക്ക് അപകടങ്ങളെ തൊട്ട്, അതായത് എല്ലാ വിധത്തിലുമുള്ള അപകടങ്ങളെയും വിഷമങ്ങളെയും തൊട്ട് മോചനം ലഭിക്കുന്നതാണ്. അത് ഇന്ന കണക്ക് എന്നില്ല. യാ മുഹൈമിനു ജല്ല ജലാലഹു, സർവരക്ഷാധികാരി. ഈ ഒരു ഇസ്മിനെ പതിവാക്കുന്നവർക്ക്, അതായത് ദിവസവും പല ആവർത്തി ചൊല്ലിയാൽ മനസ്സിൽ സുഖവും സംതൃപ്തിയും കളിയാടുമെന്നാണ്. യാ അസീസു ജല്ല ജലാലഹു, പ്രതാപമുള്ളവനെ. ഈ നാമം പ്രഭാത നിസ്കാര ശേഷം 40 പ്രാവശ്യം പതിവാക്കുന്നവന് സ്വാശ്രയത്വം കൈവരും. മറ്റുള്ളവരിൽ നിന്നും ചോദിക്കേണ്ടി വരികയില്ല. അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ലഭിക്കും. യാ ജബ്ബാറു ജല്ല ജലാലഹു, ഈ നാമം നമ്മൾ പതിവായി ചൊല്ലുന്ന ഒരാൾക്ക് തന്റെ മനസാക്ഷിക്കെതിരായി യാതൊന്നും ചെയ്യേണ്ടി വരില്ല. കലാപത്തിൽ നിന്നും അക്രമികളുടെ കയ്യിൽ നിന്നും രക്ഷ നേടാം. യാ മുതകബ്ബിറു ജല്ല ജലാലഹു, മഹത്വമുള്ളവനെ. ഭാര്യ ഭർത്താവ് ബന്ധപ്പെടുന്നതിന് മുമ്പ് ഇത് ആവർത്തിക്കുന്നവർക്ക് നല്ല സന്താന സൗഭാഗ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഇരു ലോകത്തും മഹത്വവും. യാ ഖാലിഖു ജല്ല ജലാലഹു, സൃഷ്ടാവേ എന്ന് അർത്ഥം വരുന്ന ഒരു ഇസ്മാണ്. നഷ്ടമായ സ്വത്ത് തിരികെ ലഭിക്കാനും സംരക്ഷണം ലഭിക്കാനും ഈ നാമത്തിനെ ആവർത്തിച്ചു ചൊല്ലും. യാ ബാരിഹു ജല്ല ജലാലഹു, പടച്ചവനെ. ഈ ഇസ്മിനെ വെള്ളിയാഴ്ച രാവിൽ 10 പ്രാവശ്യം ചൊല്ലി ശീലിച്ചാൽ അള്ളാഹുവിന്റെ പ്രത്യേക സഹായം ലഭിക്കും. അതുപോലെ തന്നെ ഗർഭിണികളുടെ പ്രസവം എളുപ്പമാവുകയും ചെയ്യും. യാ മുസവ്വിറു ജല്ല ജലാലഹു, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങിക്കിട്ടാനും ഈ നാമങ്ങൾ, അതായത് ഈ ഇസ്മിനെ നിങ്ങൾ പതിവാക്കുക. പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് ഗർഭധാരണ ശേഷിയും ഉണ്ടാവും. അതുപോലെ തന്നെ യാ ഗഫാറു ജല്ല ജലാലഹു, ഈ ഇസ്മിനെ പല ആവർത്തി ചൊല്ലുക. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാതൊരു തെറ്റും ചെയ്യാതിരുന്നിട്ട് പോലും ദിവസേന പൊറുക്കലിനെ ചോദിക്കാറുണ്ടായിരുന്നു. പാപമോചനത്തിനായി ഈ ഇസ്മിനെ നിങ്ങൾ പതിവാക്കുന്നത് നന്നായി. യാ കഹാറു ജല്ല ജലാലഹു, മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ ഇസ്മിനെ പല ആവർത്തി ചൊല്ലുക. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നത്.
യാ വഹാബു ജല്ല ജലാലഹു. ഈ ഇസ്മ പതിവാക്കുന്നത് മൂലം എല്ലാവിധ വിഷമങ്ങൾ നീങ്ങിക്കിട്ടുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാവുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് ചൊല്ലുന്ന ഇസ്മാണ്. യാ റസ്സാഖു ജല്ല ജലാലഹു. ആഹാരപാനീയങ്ങൾ സമൃദ്ധമായി ലഭിക്കാൻ ഈ നാമം പതിവായി ചൊല്ലുക. ദാരിദ്ര്യം ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ്. യാ ഫത്താഹു ജല്ല ജലാലഹു. മനസ്സിലെ വിഷമം നീങ്ങിക്കിട്ടാനും പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാവാനും ഈ നാമം ആവർത്തിച്ചു ചൊല്ലുക. നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ വിജയിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ദിക്റിനെ നിങ്ങൾ ചൊല്ലുക. അതുപോലെ തന്നെ യാ അലീമു ജല്ല ജലാലഹു. നമുക്ക് അറിവ്, ഇൽമ്, അലീം എന്ന് പറയുമ്പോൾ ഇൽമ്, നമുക്ക് അറിവ് വർദ്ധിപ്പിക്കുന്നതിനായി ഈ നാമം ചൊല്ലുക. അതുപോലെ തന്നെ യാ ഖാബിലു ജല്ല ജലാലഹു. ഈ ഇസ്മിനെ ഉപയോഗിക്കേണ്ടത് ദിനം പ്രതി ഈ നാമം ചൊല്ലുന്നവർക്ക് ശത്രുഭയം ഇല്ലാതാവും. ഏതെങ്കിലും ശത്രുവിനെ കൊണ്ട് ഭയമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇസ്മ ചൊല്ലിയാൽ മതി, ഇൻഷാ അല്ലാഹ് അത് റാഹത്താകുന്നതാണ്. യാ ബാസിത്തു ജല്ല ജലാലഹു. ദിവസേന ഈ നാമം ചൊല്ലുന്നവർക്ക് ആവശ്യമായ ആരോഗ്യവും വിശാല ഭക്ഷണവും ലഭ്യമാവുന്നതാണ്. നമുക്ക് ആഹാരവും ഭക്ഷണവും വിശാലമാകാൻ ഈ ദിക്റിനെ ചൊല്ലുക. യാ ഹാഫിളു ജല്ല ജലാലഹു. ശത്രുക്കളിൽ നിന്നും വിജയം ലഭിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ഉന്നത പദവി ലഭിക്കുവാനും ഈ ഇസ്മിനെ നമ്മൾ കൂടുതലായിട്ട് ചൊല്ലുക. അതുപോലെ തന്നെ യാ റാഫിഉ ജല്ല ജലാലഹു. ഇരു ലോകത്തും നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ നമുക്ക് ഉന്നത വിജയം, അതായത് ഉന്നത പദവി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ എന്ത് ചെയ്യുക? ആവർത്തിച്ചു. യാ മുഹിസ്സു ജല്ല ജലാലഹു. നമുക്ക് അന്തസ്സും പ്രതാപവും ഐശ്വര്യവും തരുന്ന ഒരു ഇസ്മാണ്. ഈ ഇസ്മിനെ നിങ്ങൾ ഒരുപാട് കൂടുതൽ ചൊല്ലുക. കാരണം നമുക്ക് അന്തസ്സും ഐശ്വര്യവും ലഭ്യമാകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ യാ മുദല്ലു ജല്ല ജലാലഹു. വിജയം ലഭിക്കുവാനും നമുക്ക് താഴ്മ ലഭിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് അസൂയക്കാരിൽ നിന്നും രക്ഷ നേടാൻ അതിനൊക്കെ ഉപകരിക്കുന്ന നല്ല അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ഇസ്മാണ് ഇത്. അതുപോലെ തന്നെ യാ സമീഉ യാ അല്ലാഹ്. നമ്മൾ ദുആ ചെയ്യുന്ന നേരങ്ങളിൽ നമ്മുടെ ദുആ എത്രയും പെട്ടെന്ന് അത് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ദുആയിൽ ഈ ഒരു നാമത്തിനെ, അതായത് ഈ ഒരു ഇസ്മിനെ ചൊല്ലി ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കും. അതുപോലെ തന്നെ യാ ബസീറു ജല്ല ജലാലഹു. നമുക്ക് കാഴ്ചശക്തിയും ഉൾക്കാഴ്ചയും ലഭിക്കാൻ ഈ ഇസ്മിനെ നിങ്ങൾ പതിവാക്കുക. കാഴ്ചശക്തി ഇല്ലാത്തവർ ഈ ഇസ്മിനെ ചൊല്ലുക. യാ ഹക്കീമു ജല്ല ജലാലഹു. കേസുകളിലും തർക്കങ്ങളിലും സത്യത്തിൽ നിന്ന് വിജയം ലഭിക്കുവാനും നമ്മുടെ മനസ്സ് ശാന്തമാവാനും ഒക്കെ ഈ ഇസ്മിനെ എന്ത് ചെയ്യുക? ആവർത്തിച്ച് ചൊല്ലുക. യാ ഗദുലു ജല്ല ജലാലഹു. നീതിനിഷ്ഠയും ജനങ്ങൾക്കിടയിൽ സ്ഥാനങ്ങൾ ലഭിക്കുവാനും ഈ ഇസ്മിനെ എന്ത് ചെയ്യുക? ആവർത്തിച്ച് ചൊല്ലുക. ഇന്ന കണക്കൊന്നുമില്ല, ആ ഇസ്മിനെ ആവർത്തിച്ച് ചൊല്ലുക. യാ ലത്തീഫു ജല്ല ജലാലഹു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇസ്മും നമ്മുടെ ദുആ സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഇസ്മാണ്. നമ്മൾ ദുആ ചെയ്യുന്ന നേരങ്ങളിൽ ഈ ഇസ്മിനെ ചൊല്ലി ദുആ ചെയ്യുക. യാ ഹബീറു ജല്ല ജലാലഹു. ഈ ഇസ്മ പലയാവർത്തി ചൊല്ലുന്നവരുടെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ പ്രയാസങ്ങളും, നമ്മൾ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവോ ആ പ്രയാസങ്ങളെല്ലാം പടച്ചവൻ നമുക്ക് മാറ്റി തരുന്നതാണ്. യാ ഹലീമു ജല്ല ജലാലഹു. നമുക്ക് ക്ഷമയും സഹനവും ലഭിക്കാൻ ഈ ഇസ്മിനെ പതിവായി ചൊല്ലും. യാ അലീമു ജല്ല ജലാലഹു. മഹത്വവും ഉന്നത പദവിയും നമ്മൾ ആഖിറത്തിലും ദുനിയാവിലും ഇരു ലോകത്തും ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ ചൊല്ലും. യാ ഗഫൂറു ജല്ല ജലാലഹു. നമ്മുടെ ദുആയിൽ ഈ നാമം നമ്മൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ദുആ സ്വീകരിക്കുകയും ചെയ്യും. നമുക്കുള്ള ദോഷങ്ങൾ പൊറുക്കാൻ ഈ ഒരു ഇസ്മ കാരണമാവുകയും ചെയ്യും. വളരെയേറെ പ്രാധാന്യപ്പെട്ട ഒരു ഇസ്മാണ്. യാ ഷക്കൂറു ജല്ല ജലാലഹു. ഇഹലോകത്ത് ഐശ്വര്യം ലഭിക്കാനും നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാനും ഈ നാമം വർദ്ധിപ്പിക്കുക. അതായത് നമ്മുടെ നിസ്കാരം, ദുആ, ദിക്റുകൾ സ്വീകരിക്കപ്പെടുവാനും ഈ ദിക്റിനെ ചൊല്ലുക. യാ ഗലിയു ജല്ല ജലാലഹു. ഇഹലോകത്ത് ഔന്നത്യവും പരലോകത്ത് വിജയവും ലഭിക്കാൻ ഈ ഒരു വിശേഷണം, അതായത് ഈ ഒരു ഇസ്മിനെ ആവർത്തിച്ചു ചൊല്ലുക. യാ കബീറു ജല്ല ജലാലഹു. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മളിൽ നിറയുവാനും നമ്മൾ വിനയമുള്ള ഒരാളായി മാറുവാനും ഈ ഇസ്മിനെ ചൊല്ലുക. അതുപോലെ തന്നെ യാ ഹഫീലു ജല്ല ജലാലഹു. അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാൻ ഈ ഇസ്മിനെ നമ്മൾ എന്ത് ചെയ്യുക? പതിവായി ചൊല്ലുക. ഒരു അപകടവും വരികയുമില്ല.
യാ മുഖീത്തു ജല്ല ജലാലഹു, നമുക്ക് ലഭിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകുന്നതും അവ നിലനിർത്തുന്നതും അള്ളാഹുവാണ്. ഭൗതികവും ആത്മീയവുമായ ആഹാര ലഭ്യതയ്ക്ക് ഈ ഇസ്മിനെ, വളരെയേറെ മഹത്വമുള്ള ഈ ഇസ്മിനെ പതിവാക്കുക. യാ ഹസീബു ജല്ല ജലാലഹു, നമ്മൾ മരിച്ചു പോയിട്ട് അന്ത്യനാളിലെ വിചാരണ എളുപ്പമായി കിട്ടുവാൻ വേണ്ടി ഈ ഇസ്മിനെ ഇപ്പോഴേ നമ്മൾ ചൊല്ലിത്തുടങ്ങുക. ഇൻഷാ അല്ലാഹ്. യാ ജലീലു ജല്ല ജലാലഹു, ഐശ്വര്യവും പ്രതാപവും ലഭിക്കുവാൻ ഈ നാമത്തിനെ, അതായത് ഈ ഇസ്മിനെ നമ്മൾ പതിവായി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ചൊല്ലിയാൽ ഒരുപോലെ നമുക്ക് ആ ഗുണം ഉള്ള ഈ ഒരു ഇസ്മാണ്. യാ കരീമു ജല്ല ജലാലഹു, അള്ളാഹുവിന്റെ ഉന്നതമായ ഔദാര്യത്തിന് പാത്രമാവാൻ ഈ ഒരു ഇസ്മിനെ നിങ്ങൾ എന്ത് ചെയ്യുക? പതിവാക്കുക. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ യാ റഖീബു ജല്ല ജലാലഹു, ഈ ഇസ്മിനെ പതിവാക്കുന്നവർക്ക് ആരാധനാ കർമ്മങ്ങളിൽ ആത്മാർത്ഥതയും സൽക്കർമ്മങ്ങൾക്ക് പ്രേരണയും ലഭിക്കും. അതായത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പ്രേരണയും, അതുപോലെ തന്നെ മടിയൊക്കെ മാറി നമുക്ക് നല്ല ഒരു ഉന്മേഷം ലഭിക്കുന്ന ഒരു ഇസ്മ. യാ മുജീബു ജല്ല ജലാലഹു, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ ഇസ്മിനെ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുക. യാ മുജീബു യാ അല്ലാഹ്, അവൻ നമ്മെ കൈവിടില്ല എന്ന പൂർണ്ണ ബോധത്തിൽ ദുആ ചെയ്യുക. അള്ളാഹു നമ്മെ ഒരിക്കലും കൈവിടില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി ഈ ഇസ്മിനെ ചൊല്ലി ദുആ ചെയ്യുക. യാ വാസിഹു ജല്ല ജലാലഹു, നമുക്ക് അറിവ് ലഭിക്കുവാനും മറ്റുള്ളവരുടെ ഔദാര്യം ലഭിക്കുവാനും ഈ ഇസ്മിനെ എന്ത് ചെയ്യുക? പതിവായി ചൊല്ലുക. അതുപോലെ തന്നെ അടുത്ത ഇസ്മാണ് യാ ഹക്കീമു ജല്ല ജലാലഹു, യുക്തിപൂർവം, അതായത് വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുവാനും നേരറിവും ലഭിക്കുവാനും ഈ ഇസ്മിനെ നിങ്ങൾ എന്ത് ചെയ്യുക? പതിവായി ചൊല്ലുക. അതുപോലെ തന്നെ യാ വദൂദു ജല്ല ജലാലഹു, അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാനും സ്നേഹസുരഭിലമായ ദാമ്പത്യ ജീവിതം നയിക്കുവാനും ഈ വിശേഷണം ആവർത്തിക്കുക. അതുപോലെ തന്നെ ആരുടെയെങ്കിലും സ്നേഹം പിടിച്ചു പറ്റണമെങ്കിൽ ഈ ഇസ്മിനെ ചൊല്ലി ദുആ ചെയ്താൽ മതി, ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ യാ മജീദു ജല്ല ജലാലഹു, ഇത് പതിവാക്കുന്നവർക്ക് കുടുംബത്തിലും നാട്ടുകാർക്കിടയിലും വേണ്ടത്ര സ്ഥാനം ലഭിക്കും. അതുപോലെ തന്നെ ആ ഒരു സ്ഥാനം എന്ത് ചെയ്യും? നമുക്ക് ആ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ യാ ബാഗിസു ജല്ല ജലാലഹു, നമ്മുടെ ഹൃദയം പ്രകാശിതമാവാനും വിജ്ഞാന നിർഭരമാവാനും എന്ത് ചെയ്യുക? ഈ ഇസ്മിനെ നിങ്ങൾ പതിവായി ചൊല്ലുക. അതുപോലെ തന്നെ യാ ഷഹീദു ജല്ല ജലാലഹു, ഭാര്യ സന്താനങ്ങൾ വൃദ്ധരായി തീരാൻ ഈ നാമം ആവർത്തിക്കുക. എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവികളായി തീരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഈ ഇസ്മിനെ പതിവായി ചൊല്ലുക. നമ്മുടെ മക്കളൊക്കെ നേരെയാവാനും നന്നാകാനും ഒക്കെയുള്ള ഉപകരിക്കുന്ന ഒരു ദിക്ർ. യാ ഹക്കു ജല്ല ജലാലഹു, പതിവായി 1000 പ്രാവശ്യം ഈ ഇസ്മിനെ ചൊല്ലിയാൽ സ്വഭാവങ്ങൾ നമുക്ക് നന്നാവുകയും വിഷമങ്ങൾ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ നീങ്ങുകയും ചെയ്യുന്നതാണ്. യാ വക്കീലു ജല്ല ജലാലഹു, ഉദ്ദേശ സാഫല്യങ്ങൾക്ക് ഈ നാമം ചൊല്ലുക. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാകുവാൻ വേണ്ടിയിട്ട് ഈ നാമത്തിനെ, ഈ ഇസ്മിനെ, യാ വക്കീലു എന്നുള്ള ഇസ്മിനെ ചൊല്ലുക. യാ കവിയു ജല്ല ജലാലഹു, പതിവായി ഇത് ചൊല്ലിയാൽ ക്ഷീണവും തളർച്ചയും ഇല്ലാതാവും. നമുക്ക് ചില ആളുകൾക്ക് ക്ഷീണവും തളർച്ചയുമാണ് എപ്പോഴും. അതൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് എന്താണ്? ഈ ഒരു ഇസ്മിനെ നമ്മൾ ചൊല്ലിയാൽ മതി, ഇൻഷാ. യാ മത്തീനു ജല്ല ജലാലഹു, ആരോഗ്യം വർദ്ധിക്കാനും സുഭിക്ഷ ജീവിതത്തിനും അള്ളാഹുവിന്റെ ഈ ഇസ്മ ചൊല്ലിയാൽ മതി. നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാനും അതുപോലെ തന്നെ നമ്മൾ ദാരിദ്ര്യം മാറുവാനും ഒക്കെ ഈ ഇസ്മിനെ നമ്മൾ മുറുകെ പിടിക്കുക. യാ വലിയു ജല്ല ജലാലഹു, പതിവായി ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഈ ഇസ്മിനെ അതിനു വേണ്ടിയിട്ട് ചൊല്ലാൻ കഴിയുന്നതാണ്. യാ ഹമീദു ജല്ല ജലാലഹു, നമ്മൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റും പതിവായി ചൊല്ലുന്നവർക്ക് നമ്മൾ സദ്വൃദ്ധരാകും. അതായത് നല്ല പ്രവർത്തികൾ, നല്ല സ്വഭാവത്തിനുടമയായി തീരുന്നതാണ്. യാ മുഹസി ജല്ല ജലാലഹു, ഈ ഇസ്മിനെ പതിവായി ചൊല്ലുന്നവർക്ക് വിഷമങ്ങളിൽ നിന്ന് മോചനവും ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവും ലഭിക്കും. അതായത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. യാ മുബദിഹു ജല്ല ജലാലഹു, ഗർഭിണിയായി എന്ന് അറിഞ്ഞതു മുതൽ അത് ചൊല്ലേണ്ട ഒരു ഇസ്മാണ്. അതായത് ഗർഭം അലസി പോകാതിരിക്കുവാനും സുഖപ്രസവത്തിനുമൊക്കെ ഈ ഇസ്മിനെ എന്ത് ചെയ്യുക? ആ ഗർഭിണിയായ സ്ത്രീ ചൊല്ലുക, പതിവായി ചൊല്ലുക. യാ മുഹീദു ജല്ല ജലാലഹു, ഈ ഇസ്മ ചൊല്ലിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ ജോലിയോ അല്ലെങ്കിൽ പകരം വേറെ നല്ല ജോലിയോ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഇസ്മിനെ അതിന് ചൊല്ലുക. യാ മുഹീ ജല്ല
ജലാലഹു രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറാ രോഗങ്ങൾ അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇസ്മിനെ ചൊല്ലി ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. യാ മുമീത്തു ജല്ല ജലാലഹു ശത്രുക്കളെ നിർവീര്യമാക്കാനും ആരാധനാ കർമ്മങ്ങൾക്ക് പ്രേരണ ലഭിക്കുവാനും ഈ ഇസ്മിനെ എന്ത് ചെയ്യുക, പതിവായി ചൊല്ലുക. ഒരു ശ്രദ്ധ, ഒരു കോൺസെൻട്രേഷൻ കിട്ടുവാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഇസ്മിനെ പതിവായി ചൊല്ലുക. യാ ഹയ്യു ജല്ല ജലാലഹു നമുക്ക് രോഗം വരാതിരിക്കുവാനും ഉള്ള രോഗത്തിന്, അതായത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗത്തിന് ഒരു ശമനം ലഭിക്കുവാനും ഈ ഇസ്മിനെ എന്ത് ചെയ്യുക, പതിവായി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് മാറ്റം വരുന്നതാണ്. യാ ഖയ്യൂമു ജല്ല ജലാലഹു എല്ലാ രംഗങ്ങളിലും നമുക്ക് അഭിവൃദ്ധിയും ജനഹൃദയങ്ങളിൽ സ്വീകാര്യതയും ലഭിക്കാൻ യാ ഖയ്യൂമു യാ അല്ലാഹ് എന്ന ഈ ഇസ്മിനെ നിങ്ങൾ എന്ത് ചെയ്യുക, പതിവായി ചൊല്ലുക. യാ വാജിദു ജല്ല ജലാലഹു വിശ്വാസ ദൃഢതയ്ക്കും ജീവിത സൗകര്യങ്ങൾക്ക്, നമുക്കുള്ള ജീവിതത്തിൽ നിന്നും കുറച്ചുകൂടെ സൗകര്യമുള്ള ജീവിതത്തിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, യാ വാജിദു എന്നുള്ള ഇസ്മിനെ നമ്മൾ എന്ത് ചെയ്യുക, പതിവാക്കുക. യാ മാജിദു ജല്ല ജലാലഹു സർവാദരണീയനായി തീരുവാനും പരലോക വിജയത്തിനും, അതായത് നമ്മൾ ആഖിറത്തിലോട്ടുള്ള വിജയത്തിനുമൊക്കെ, ആ ഒരു ജീവിതത്തിന്റെ വിജയത്തിനു വേണ്ടി ഈ ഇസ്മിനെ ചൊല്ലുക. യാ വാഹിദു ജല്ല ജലാലഹു സൃഷ്ടികളെ ഭയപ്പെടാതെ ജീവിക്കാൻ, അതായത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവരെ ഒന്നും ഭയപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ഇസ്മാണിത്. ഈ ഇസ്മിനെ ചൊല്ലുക. യാ അഹദു ജല ജലാലഹു 100 പ്രാവശ്യം ഈ ഇസ്മിനെ ചൊല്ലുന്നവന് പ്രപഞ്ച രഹസ്യങ്ങൾ വെളിവാക്കപ്പെടുകയും ദൈവാസ്തിത്വം അറിയിക്കപ്പെടുകയും അത്ഭുതകരമായ മനോശക്തി ലഭിക്കുവാനും ഈ ഇസ്മിനെ ചൊല്ലുക. ഇത് അള്ളാഹുവിന്റെ ഇച്ഛയനുസരിച്ച് ആ രീതിയിൽ ചൊല്ലുക. യാ സ്വമദു ജല ജല യാ സ്വമദു ജല്ല ജലാലഹു ദൈർഘ്യത്തിനും ആഹാര ലഭ്യതയ്ക്കും ഈ ഇസ്മിനെ എന്ത് ചെയ്യുക, പതിവാക്കുക. നാം മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നത് അള്ളാഹു അവർക്ക് നൽകിയ കഴിവുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ചോദിക്കുന്നവർക്ക് സ്വന്തമായ ഒരു കഴിവുണ്ടെന്ന വിശ്വാസത്തിലല്ല. അത് എപ്പോഴും ഓർമ്മയിരിക്കുക. യാ ഖാദിറു ജല്ല ജലാലഹു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉത്സാഹം ലഭിക്കുവാനും വ്യാപാരങ്ങളിൽ വിജയം ലഭിക്കുവാനും ബിസിനസ്സിൽ നമുക്ക് നേട്ടം കൊയ്യുവാനും ഒക്കെ ഈ ഇസ്മിനെ എന്ത് ചെയ്യുക, നിങ്ങൾ പതിവായി ചൊല്ലുക. യാ മുഖ്തദിറു ജല്ല ജലാലഹു നമ്മൾ ഉണർന്ന് എണീറ്റ ഉടനെ തന്നെ 100 പ്രാവശ്യം ഈ ഇസ്മിനെ ചൊല്ലുക. എങ്കിൽ നമ്മുടെ അന്നത്തെ ദിനചര്യകൾ, അന്നത്തെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് നിർവഹിക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. യാ മുഖദ്ദിമു ജല്ല ജലാലഹു ഇത് നമ്മൾ എക്സാം ഒക്കെ എഴുതുന്നവരാണെങ്കിൽ പരാജയ ഭീതി അകലാനും, അതായത് തോൽവിയെ ഭയപ്പെടുവാനും അതിൽ നിന്നും രക്ഷപ്പെടുവാനും വിജയം ലഭിക്കുവാനും, നമ്മൾ എന്താണോ നമുക്ക് വിജയം ലഭിക്കേണ്ടത് അതിൽ നിന്ന് നമുക്ക് വിജയം ലഭിക്കുകയും ചെയ്യും. യാ മുഅഖിറു ജല്ല ജലാലഹു പദവിക്ക് കോട്ടം തട്ടാതിരിക്കാൻ, അതായത് നമ്മൾ ഇരിക്കുന്ന പദവിയിൽ നിന്നും ആ പദവിക്ക് ഒരു കോട്ടവും തട്ടാതിരിക്കാൻ ഈ ഇസ്മിനെ ചൊല്ലുക. യാ അവ്വലു ജല്ല ജലാലഹു നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്ന ബിസിനസ്, കച്ചവടം എന്താണോ അതിൽ അഭിവൃദ്ധിയും നമുക്ക് നേട്ടവും ഐശ്വര്യവും വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, യാ അവ്വലു എന്നുള്ള ഇസ്മിനെ പതിവായി ചൊല്ലുക. അതുപോലെ തന്നെ യാ ആഹിറു ജല്ല ജലാലു നമ്മുടെ ജീവിതം, നമ്മുടെ സമാധാനത്തിലാവാനും ജീവിതം നന്നായി പോകുവാനും ഒക്കെ എന്ത് ചെയ്യുക, ഈ ഇസ്മിനെ നിങ്ങൾ പതിവായി ചൊല്ലുക. യാ ലോഹിറു ജല്ല ജലാലു ഇത് നമ്മുടെ മനസ്സും ശരീരവും, അതായത് നമ്മുടെ അകവും പുറവും നന്നാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, യാ ലോഹിറു എന്ന ഇസ്മിനെ നിങ്ങൾ പതിവായി ചൊല്ലുക. ഇന്ന കണക്കൊന്നും യാ ബാത്തിനു ജല്ല ജലാലഹു നല്ല ഉദ്ദേശങ്ങൾ, അതായത് നല്ല ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലമാവാൻ യാ ബാത്തിനു ജല്ല ജലാലഹു എന്ന് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. യാ വാലി ജല്ല ജലാലഹു പ്രകൃതി കോപങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ നിങ്ങൾ പതിവാക്കുക. കൊടുങ്കാറ്റ്, മഴ, അതുപോലെ തന്നെ ഭൂമി കുലുക്കം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ തൊട്ട് അള്ളാഹു കാക്കുന്നതാണ്. യാ മുത്തവാലി ജല്ല ജലാലഹു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്കതിൽ മികവുണ്ടാവാൻ, നമ്മൾ എന്താണോ നമ്മൾ ജോലിയാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യുകയാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മികവുണ്ടാവാൻ ഈ ഇസ്മിനെ നിങ്ങൾ എന്ത് ചെയ്യുക, പതിവായി ചൊല്ലുക. അതുപോലെ തന്നെ യാ ബർറു ജല്ല ജലാലഹു അതായത് ജീവിതത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ഭയങ്കരമായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാൻ വേണ്ടിയിട്ട് യാ ബർറു എന്നുള്ള ഈ ഇസ്മിനെ എന്ത് ചെയ്യുക, പതിവായി നമ്മൾ
യാ തൗവാബ് ജല്ല ജലാലഹു, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ, അതായത് നമ്മുടെ ദുആ സ്വീകരിക്കുവാനും നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനുമുള്ള ഒരു ഇസ്മാണിത്. നമ്മുടെ തെറ്റുകൾ പൊറുക്കാനുമൊക്കെയുള്ള ഒരു വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മാണ് പതിവാക്കുക. യാ മുന്തക്കിമു ജല്ല ജലാലഹു, ഈ ഇസ്മിനെ ചൊല്ലി നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമുക്ക് വിജയം നേടാൻ സാധിക്കും. നമുക്ക് ആരാണോ ശത്രുതയുള്ളത്, അകവും പുറവുമുള്ള ശത്രുക്കൾ ആരാണെന്നറിയില്ല, ആരായാലും നമുക്ക് വിജയം ഉറപ്പ്. യാ അഫുവു ജല്ല ജലാലഹു, ദുഃഖവും വിഷമങ്ങളും അകലാൻ പ്രാർത്ഥനയിൽ, അതായത് നമ്മൾ ചെയ്യുന്ന ദുആയിൽ ഈ ഇസ്മിനെ പതിവാക്കുക. നമ്മുടെ ദുഃഖവും വിഷമങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ, ആ വിഷമങ്ങളൊക്കെ മാറി നമുക്ക് ഈ ഇസ്മിനെ ചൊല്ലിയാൽ അതൊക്കെ മാറുന്നതാണ്. റഊഫ് ജല്ല ജലാലഹു, ഈ ഒരു ഇസ്മിനെ ദേഷ്യം വരുമ്പോൾ, അതായത് ദേഷ്യം വന്ന ആളിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ മനസ്സിൽ ഇത് ചൊല്ലുകയാണെങ്കിൽ അയാളുടെ ദേഷ്യം അടങ്ങും. അതായത് സ്വന്തമായിട്ട് നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിലും ഈ ഇസ്മിനെ ചൊല്ലി ദുആ ചെയ്യാം, ഇൻഷാ അല്ലാഹ് മാറുന്നതാണ്. യാ മലിക്കൽ മുൽക്കി ജല്ല ജലാലഹു, ഈ ഒരു ഇസ്മ ചൊല്ലുന്നത് നമുക്ക് ഐശ്വര്യം ഉണ്ടാവാനാണ്. പ്രത്യേകമായിട്ട് നമ്മൾ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലോട്ട് കൈവരാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ നിങ്ങൾ എന്ത് ചെയ്യുക, പതിവാക്കുക. യാദൽ ജലാലി വൽ ഇക്റാം, ഇതും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ നിങ്ങൾ പതിവായി ചൊല്ലുക. അതിന്റെ ആ ഒരു നിഷ്ഠയോടുകൂടി ആ പതിവായി ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് വിജയം ഉറപ്പാണ്. യാ മുഖസിദു ജല്ല ജലാലഹു, നമ്മൾ പൈശാചിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഇസ്മിനെ നിങ്ങൾ എപ്പോഴും പതിവാക്കുക. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അത് മാറിക്കിട്ടും. യാ ജാമിഉ ജല്ല ജലാലഹു, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാനും നമുക്ക് നഷ്ടപ്പെട്ടു പോയത് തിരികെ ലഭിക്കുവാനും ഒക്കെ ഈ ഒരു ഇസ്മിനെ നമ്മൾ പതിവായി ചൊല്ലിയാൽ മതി. അത് അടുത്തതായിട്ട് യാ ഗനിയു ജല്ല ജലാലഹു, എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുവാൻ വേണ്ടി, ഇത് ഐശ്വര്യത്തിന്റെ ഒരു ഇസ്മാണ്. ഈ ഐശ്വര്യം ലഭിക്കുവാൻ പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട ഒരു ദിക്ർ കൂടിയാണ്. ഈ ഇസ്മിനെ നിങ്ങൾ എന്ത് ചെയ്യുക, പതിവാക്കുക. അതുപോലെ തന്നെ യാ മുഗ്നി ജല്ല ജലാലഹു, രാത്രി കാലങ്ങളിൽ, ആ രാത്രി സമയങ്ങളിൽ നമ്മൾ ഈ ദിക്റിനെ, ഈ ഇസ്മിനെ ചൊല്ലിയാൽ നമുക്ക് പ്രത്യേകമായിട്ട് ഐശ്വര്യം ലഭിക്കുവാൻ വേണ്ടിയിട്ട് കാരണമാവുന്നതാണ്. ഈ ഇസ്മിനെ എന്ത് ചെയ്യുക, നമ്മൾ പതിവായി ചൊല്ലുക. യാ മാനിയഹു ജല്ല ജലാലഹു, ലൈംഗിക കുറ്റങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ഈ ചീത്ത വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ഇൻഷാ അല്ലാഹ് പതിവാക്കുക. യാ ലോറു ജല്ല ജലാലഹു, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും സുഖം കൈവരുവാനും, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രയാസത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുവാനും, ആ പ്രയാസം മാറി നമുക്ക് സുഖവും സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലോട്ട് സംഭവിക്കാൻ വേണ്ടി ഈ ഇസ്മിനെ പതിവ്. നാഫിഉ ജല്ല ജലാലഹു, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ നിസ്കാരങ്ങൾ, ദിക്റുകൾ, ദുആകൾ എല്ലാം സഫലമായി തീരാൻ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കാൻ ഞാൻ നാഫിഉ ജല്ല ജലാലഹു എന്ന ഇസ്മിനെ അധികരിപ്പിക്കുക. യാ നൂറു ജല്ല ജലാലഹു, നമ്മുടെ ഹൃദയത്തിനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും നമ്മുടെ ഫേസിനും ഒക്കെ പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇസ്മിനെ ചൊല്ലുക. യാ ഹാദി ജല്ല ജലാലഹു, നമ്മുടെ സ്വഭാവം നന്നായി നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും നല്ല രീതിയിൽ ചിന്തിക്കുവാനും ആ ചിന്തകളൊക്കെ നമ്മൾക്ക് സഫലീകരിച്ച് കിട്ടുവാനും ഒക്കെ എന്ത് ചെയ്യുക, ഈ ഇസ്മിനെ നിങ്ങൾ പതിവാക്കുക. യാ ബദിയഹു ജല്ല ജലാലഹു, നമ്മുടെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ സാധിക്കുവാനും നമുക്ക് എന്തൊക്കെ ആപത്തുകൾ വന്നു ചേരാനുണ്ടോ ആ ആപത്തുകളെ തടുക്കുവാനും അത് ഒഴിഞ്ഞു പോവാനും, നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോവാനും ഒക്കെ ഈ ഇസ്മിനെ ചൊല്ലുക. യാ ബാക്കി ജല്ല ജലാലഹു, നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങൾ, ദിക്റുകൾ, ദുആകൾ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കപ്പെടുവാനും പദവികൾ ലഭിക്കുവാനും യാ ബാക്കി എന്നുള്ള ഇസ്മിനെ നമ്മൾ പതിവാക്കുക. യാ വാരിസു ജല്ല ജലാലഹു, നമുക്ക് മനസ്സിലുള്ള നമ്മുടെ പരിഭ്രാന്തികൾ, നമ്മുടെ മനസ്സിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നീങ്ങി നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ച് ഒരു സാധാഗതിയിലുള്ള ഒരു ഇതായി തീരുവാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ ചൊല്ലുക. യാ റഷീദു ജല്ല ജലാലഹു, നമ്മൾ നേരായ മാർഗത്തിൽ നമ്മളെ ആക്കുവാനും നമുക്ക് നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും ഒക്കെയുള്ള ഒരു യുക്തി നമ്മുടെ മനസ്സിൽ തോന്നാൻ വേണ്ടിയിട്ട് യാ റഷീദു ജല്ല ജലാലഹു. യാ സബൂർ ജല്ല ജലാലഹു, നമുക്ക് ആകസ്മികമായി ഉണ്ടാകുന്ന ആപത്തുകളെ തൊട്ട് ഈ ഇസ്മ നമ്മളെ കാത്തു രക്ഷിക്കുന്നതാണ്.
ഈ ഒരു ഇസ്മിനെ നമ്മൾ പതിവായി ചൊല്ലുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നമുക്ക് ആപത്തുകൾ വരാനുണ്ടോ ആ ആപത്തുകളെ തൊട്ട് നമുക്ക് രക്ഷ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് വിജയം ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇത് ചൊല്ലുവാനും നമ്മുടെ കൂടെ കൂട്ടുവാനും ഒക്കെ അസ്മാഉൽ ഹുസ്നയാണ് ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മിന്റെ ഈ ഇസ്മുകളുടെ പ്രത്യേകതകളാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോൾ ഓരോ ഇസ്മുകൾക്കും പലവിധ പ്രത്യേകതകളാണ്. അപ്പൊ ഈ ഒരു അസ്മാഉൽ ഹുസ്ന നമ്മൾ ദിവസവും ഇത് മൊത്തത്തിൽ നമ്മൾ ഒരു 3 അല്ലെങ്കിൽ 6 തവണ പതിവാക്കുകയാണെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങളായിരിക്കും നമുക്ക് വരാനിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതറിഞ്ഞ് പതിവാക്കുവാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ അസ്മാഉൽ ഹുസ്ന പതിവാക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.